പൊതിച്ചോറ് വിതരണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് അന്നത്തെ ദിവസം പത്രം അങ്ങനെയുള്ള ഒരു ഐഡിയ ഒക്കെ ഏത് തരത്തിൽ വരുന്നതാ? ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ. പൊതിച്ചോറ് ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാക്കി മാറ്റണമെന്ന് ഞങ്ങൾ ആരും തീരുമാനിച്ചിട്ടില്ല. നിങ്ങൾക്കതൊരു അസൗകര്യമായിരിക്കില്ലേ? ഒരസൗകര്യമില്ല. പൊതിച്ചോറിനെ രാഹുൽ മാങ്കൂട്ടം വിമർശിച്ചത് കൊണ്ട് മാത്രമാണ് അങ്ങനെ. രാഹുൽ മാങ്കൂട്ടം അദ്ദേഹം പൊതിച്ചോറ് എന്ന് പറയുന്ന ഏറ്റവും മാനവികമായ പ്രവർത്തനത്തെ എത്ര വൾഗറായിട്ടാണ് വിശേഷിപ്പിച്ചതെന്ന്. അനാശാസ്യ പ്രവർത്തനം പോലെയുള്ള വാക്കുകൾ ഉപയോഗിച്ചിരുന്നു. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിലെ ജനങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. പ്രതിഷേധം സ്വാഭാവികമായും ചിലപ്പോൾ അത് പൊതിഞ്ഞു കൊടുക്കുന്ന ആളുകൾക്കുണ്ടാകും. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഡിവൈഎഫ്ഐ സ്റ്റേറ്റ് കമ്മിറ്റി ഒന്നും ഒരിക്കലും തീരുമാനിച്ച് പൊതിച്ചോറിനകത്ത് അങ്ങനെ ഒരു പ്രതിഷേധം കൊണ്ടുവരണം അങ്ങനെയൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടേ നിനക്ക് തിരയായി മാറണമെങ്കിൽ അല്ലെങ്കിൽ ആഴിയായി മാറണമെങ്കിൽ ഈ പ്രസ്ഥാനത്തിനോടൊപ്പം നിൽക്കണം. അത്തരം പ്രതിഷേധ രീതി വേണ്ടായിരുന്നു എന്ന് ചേച്ചിക്ക് അഭിപ്രായമുണ്ടോ? ഇതൊന്നും കാണാനും കൂടെ ഉള്ള പ്രാണി എനിക്കില്ല. കുറച്ചും കൂടെ ഒന്ന് സൂക്ഷ്മത പുലർത്തേണ്ടതായിട്ടുണ്ട് ഭാഷ ഉപയോഗിക്കുമ്പോൾ തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഒരുപാട് തവണ തോന്നിയിട്ടുണ്ട്. കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. കരിങ്കൊടി പ്രയോഗം അതിലേതെങ്കിലും തരത്തിലുള്ള തീരുമാനമായിട്ടുണ്ടോ?